ഹായ് ഗൈസ്, ട്രൈസോഷ്യോ ഡിജിറ്റൽ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ നിങ്ങൾ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡുകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നത്. 6-7 പോയിന്റുകളായിട്ടാണ് ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സുകൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ ക്ലാസുകളെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുവാനും ഈ മേഖലയിലെ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാനുമായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസ് ആണ്. അതെ, ഇൻസ്റ്റാഗ്രാം റീൽസ് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ കോൺസെപ്റ്റ് ആണ്. ഇൻസ്റ്റാഗ്രാം റീൽസിനെ നിങ്ങൾ വളരെ ഒരു പേഴ്സണൽ ആയിട്ട് മാത്രം കാണുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാക്കുന്നത്. ഇൻസ്റ്റാഗ്രാം റീൽസിന്റെ റീച്ച് എന്ന് പറയുന്നത് അത്യന്തമാണ്. നമ്മുടെ ഓരോ വീഡിയോസിനും കിട്ടുന്നത് ലക്ഷക്കണക്കിന് റീച്ചാണ് ഒരു വീഡിയോ വൈറലായി കിട്ടുന്നതും, അതും ഫ്രീ ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം റീൽസ് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് അവിടെ നഷ്ടമാകും. 30 തൊട്ട് 60 സെക്കൻഡ് വരെയുള്ള ഇൻസ്റ്റാഗ്രാം റീൽസ് നിങ്ങളുടെ ബിസിനസ് സർവീസിനെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളുടെ കോൺസെപ്റ്റിന് മാച്ചാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ വളരെ നല്ല രീതിയിലുള്ള ഫ്രീ റീച്ച് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതേ ഇൻസ്റ്റാഗ്രാം വീഡിയോ അല്ലെങ്കിൽ ഇതേ ഷോർട്ട് വീഡിയോ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സിലേക്കും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം റീൽസിനെ വളരെ സീരിയസ് ആയിട്ട് കാണുക, നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ. ഇനി രണ്ടാമത്തെ ടോപ്പിക് ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആഡിന് നിങ്ങൾ ചെയ്യുന്ന വീഡിയോ, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന, നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ എപ്പോഴും ഒരു 30 സെക്കൻഡിന്റെ അകത്ത് തീരുന്ന രീതിയിലായിരിക്കണം. അതായത് ഷോർട്ടർ ഫോം ഓഫ് ആഡ്സ് ഈസ് ദി ന്യൂ ട്രെൻഡ്. ആർക്കും ഇപ്പോൾ സമയമില്ല അല്ലെ. അപ്പോൾ 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ ഒക്കെ എടുക്കുന്ന വലിയ രീതിയിലുള്ള എക്സ്പ്ലെയിനർ വീഡിയോസ് ചെയ്തതുകൊണ്ട് ഇന്ന് ആർക്കും കാണാൻ നേരമില്ല. സോ എപ്പോഴും നിങ്ങളുടെ ആഡ്സ്, കമ്മ്യൂണിക്കേഷൻ ആഡ്സ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആഡ്സ് ആയിക്കോട്ടെ, എപ്പോഴും ഒരു 30 സെക്കൻഡിന്റെ അകത്ത് ഉൾപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. SEO സർവീസുകൾ ഉപയോഗിച്ച് നമ്മുടെ വെബ്സൈറ്റുകൾ റാങ്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ഇനി അങ്ങോട്ട് ഗൂഗിൾ അൽഗോരിതം കോൺവെർസേഷണൽ കൈൻഡ് ഓഫ് കോണ്ടന്റ് ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾക്കാണ് കൂടുതലായിട്ട് റാങ്കിങ്ങിൽ മുൻഗണന നൽകുക. എന്താണ് കോൺവെർസേഷണൽ കൈൻഡ് ഓഫ് കോണ്ടന്റ്? 2 പേര് സംസാരിക്കുന്ന, അല്ലെങ്കിൽ കസ്റ്റമറോട്, ഒരു കസ്റ്റമർ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് വരേണ്ടത്. അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ വെബ്സൈറ്റിലുള്ള കണ്ടന്റ് നമ്മുടെ കസ്റ്റമറോട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൈൻഡ് ഓഫ് കണ്ടന്റ് ആണെങ്കിൽ മറ്റു വെബ്സൈറ്റിൽ നിന്നും ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് നമുക്ക് ഗൂഗിൾ നൽകുന്നതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലോ കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷൻ ടൈപ്പ് ആയിട്ടോ നിങ്ങളുടെ കണ്ടന്റിനെ റീറൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് SEO സർവീസ് വഴി കൂടുതൽ വേഗത്തിൽ അല്ലെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് റാങ്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കീവേഡ് സ്റ്റഫിംഗ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ബ്ലാക്ക് ഹാറ്റ് രീതികൾ കൊണ്ടോ ഇനി അങ്ങോട്ട് വെബ്സൈറ്റ് റാങ്ക് ചെയ്യിക്കാനുള്ള ധാരണ ആർക്കും വേണ്ട. ഗൂഗിൾ അൽഗോരിതം ഈസ് ബിക്കമിങ് സ്മാർട്ടർ ആൻഡ് സ്മാർട്ടർ ഡേ ബൈ ഡേ. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ആഡ്സ് ചെയ്യുമ്പോൾ വീഡിയോസിന് ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡിന്റെ അകത്ത് കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആഡ്സ് ചെയ്ത് പുതിയൊരാളിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞ ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ ID സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ന്യൂസ് ലെറ്ററോ നമ്മുടെ ബ്ലോഗോ വായിക്കുന്ന ഒരാൾക്ക് നമ്മൾ എപ്പോഴും ലോങ് ഫോം ഓഫ് കണ്ടന്റ് കൊടുക്കണം. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഇപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരാളാണെങ്കിൽ പുള്ളി അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ക്വാളിറ്റി കണ്ടന്റ് ആണ്. അപ്പം നിങ്ങളുടെ വെബ്സൈറ്റ്, നിങ്ങളുടെ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത, നിങ്ങളുടെ ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്ത ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഓൾറെഡി ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, പിന്നെ അയാൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് അയാൾ എന്തിനാണോ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് അതിനു വേണ്ടിയിട്ടാണ്. അതായത് ക്വാളിറ്റി ഓഫ് ദ കണ്ടന്റ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഫോളോവേഴ്സിന് നിങ്ങൾ എപ്പോഴും കണ്ടന്റ് ലെങ്തി ആയിട്ട് കൊടുക്കണം, ക്വാളിറ്റി ആയിട്ട് കൊടുക്കണം. അതായത് ഒരു 4 മിനിറ്റോ 5 മിനിറ്റിൻ്റെയോ 6 മിനിറ്റോ ഒക്കെ ആയാലും കുഴപ്പമില്ല. കാരണം അവർ അതിനു വേണ്ടിയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ ഈ 30 സെക്കൻഡ് 40 സെക്കൻഡ്സിന്റെ വീഡിയോ കൊടുക്കണം എന്നുള്ളതില്ല. ബിക്കോസ് അവരാണ് നമ്മുടെ ഏറ്റവും നല്ല കസ്റ്റമർ ഓഡിയൻസ്. അവർ നമ്മുടെ അടുത്തേക്ക് ഇൻബൗണ്ട് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെടുക്കുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങുവാൻ ഏറ്റവും കൂടുതൽ സാധ്യത അവരിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ മാക്സിമം കണ്ടന്റ് ക്വാളിറ്റി വൈസ് ആയാലും ക്വാണ്ടിറ്റി വൈസ് ആയാലും അവർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുക. അതിൽ നിന്ന് അവർ നിങ്ങളുടെ ഒരു കസ്റ്റമറായി കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ്. അടുത്ത ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഓഡിയോ ഫോം ആണ്. അതെ, ക്ലബ് ഹൗസ് പെട്ടെന്നൊരു ദിവസം വന്നപ്പോൾ നമ്മളെല്ലാവരും പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കയറിയതാണല്ലേ. ചിലർ ആ ഒരു സമയം ഒരാഴ്ച മാത്രമേ ഉപയോഗിച്ച് കാണത്തുള്ളൂ. സ്റ്റിൽ ദർ വാസ് എ ഹ്യൂജ് ബസ് അറൌണ്ട് ക്ലബ് ഹൗസ്. ആ ഒരു സമയത്ത് ഓഡിയോ എന്നുള്ളതിന്റെ വേറെ ഒരു ഫോം ഓഫ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്യുന്നതിന്റെ പേരാണ് പോഡ്കാസ്റ്റ്. ഗൂഗിളിന് പോഡ്കാസ്റ്റ് ഉണ്ട്, സ്പോട്ടിഫൈ പോഡ്കാസ്റ്റ് ഉണ്ട്. അപ്പോൾ
ഇനി അങ്ങോട്ട് ഓഡിയോയുടെ കാലഘട്ടമാണ്. അപ്പോൾ അത് നിങ്ങളിൽ ഇപ്പം ബിസിനസ് ചെയ്യുന്ന എത്ര പേര് അത് സമ്മതിക്കും അല്ലെങ്കിൽ ഡൈജസ്റ്റ് ആവും നമുക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ ഇനി അങ്ങോട്ട് ഓഡിയോയുടെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഇതുവരെയായിട്ട് പോഡ്കാസ്റ്റിംഗ് ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഓഡിയൻസ് ഒരു ചെറിയൊരു ഏരിയയിൽ ഉള്ളവർ അല്ല എങ്കിൽ, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അതർ കൺട്രീസിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് അവസാനത്തെ ട്രെൻഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുൻപേ ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഫ്രീ ഡെമോ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. നിങ്ങൾ ഒരു ആഡ് ചെയ്യുമ്പോൾ, എന്ത് രീതിയിലായാലും നിങ്ങൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസിന് വേണ്ടി നിങ്ങളുടെ ഫേസ് ഉപയോഗിക്കുക. അത് നമ്മൾ മുന്നിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഒരു സ്റ്റോക്ക് ഇമേജ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഫ്രീ ക്യാൻവ വീഡിയോ ഉപയോഗിച്ചിട്ടോ നമ്മൾ മാർക്കറ്റ് ചെയ്യാതെ, പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ഫേസ് വെച്ച് മാർക്കറ്റ് ചെയ്യുക. നിങ്ങളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നിങ്ങളുടെ ട്യൂട്ടേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുക, അല്ലെങ്കിൽ നിങ്ങളാണ് അതിന്റെ ഫേസെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ ആണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ എക്സ്പ്ലനേറ്ററി വീഡിയോ നിങ്ങൾ സ്വയം ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് പേഴ്സണലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് 2022. അപ്പോൾ മാത്രമേ കസ്റ്റമർക്ക് ഒരു കോൺഫിഡൻറ്റ് വരത്തുള്ളൂ. നമ്മുടെ ഫേസ് കാണുമ്പോൾ ആരാണോ ആ ഒരു സർവീസ് അല്ലെങ്കിൽ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവർ മുന്നിൽ നിന്ന് മാർക്കറ്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾ കുറച്ച് ബഡ്ജറ്റ് ഉള്ള മൾട്ടിപ്പിൾ സെഗ്മെന്റ് ഓഫ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഒരു സർവീസ് ആണെങ്കിൽ, ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇൻഫ്ലുവൻസ് മാർക്കറ്റ് കൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഒരു ഇൻഫ്ലുവൻസറുമായിട്ട് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഇൻഫ്ലുവൻസറുമായിട്ട് നമ്മൾ ടൈപ്പ് ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ, ഒരു പ്രൊഡക്റ്റ് അവർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഫോളോവേഴ്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് എത്തിപ്പെടും. അത് ഒരു പെയ്ഡ് സർവീസ് ആണ് ഫോർ ഷുവർ. അപ്പോൾ അത് എത്തിപ്പെടുന്നതിൻ്റെ കൂടെ അടുത്തതായിട്ട് അവർ ഉണ്ടാക്കിയ ആ ഒരു വീഡിയോ അത് നമ്മൾക്കിനി ഭാവിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ചാനൽസിൽ ഇട്ടുകൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ആ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് രണ്ടാണ് ഇൻഫ്ലുവൻസ് മാർക്കറ്റിങ്ങിലൂടെ. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായത് എന്താണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് എന്ന ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്. വളരെ സീരിയസ് ആയിട്ട് ഈ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീഡിയോ ആയിട്ട് ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്.